മലക്കപ്പാറയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് ട്ടോ. ഇന്ന് പോകുന്നത് ഈ ബുള്ളറ്റിനല്ല. ബുള്ളറ്റിന് പോവാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ കുറച്ച് വെറൈറ്റി ഒരു സംഭവങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ബസ്സിന് പോകുന്നത്. അങ്ങനെ ബുള്ളറ്റ് ഞാൻ കൊണ്ടുവന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് 12:15 ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുന്ന മലക്കപ്പാറ KSRTC ബസ്സിലാണ് പോകുന്നത്. രണ്ടുപേരും കൂടി 240 രൂപ. ഒരാൾക്ക് 120 രൂപയാണ് ചാർജ്. അപ്പോൾ രണ്ടു പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 500 രൂപ താഴെ വരുന്നുള്ളൂ. ഒരാളാണെങ്കിൽ 250 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു പൈസ ലാഭം കൊണ്ടല്ല നമ്മൾ ഇതിനകത്ത് പോകുന്നത്. ഇതിന് തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നമുക്ക് ബൈക്കിനോ അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോലുള്ള ബസ്സിലോ കാറിലോ ഒന്നും വന്നാലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. തിരിച്ച് നമ്മൾ രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിരുന്നാലും പോയി നോക്കാം. 12:30 ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത വണ്ടി ഏകദേശം 1:45 ആയപ്പോഴത്തേക്കും നമ്മൾ അതിരമ്പള്ളിയിൽ എത്തിയിട്ടോ. അപ്പോൾ അതിരമ്പള്ളി വാട്ടർഫാൾസിൽ ഇറങ്ങേണ്ട കുറച്ച് ആൾക്കാർ ഈ വണ്ടിയിലുണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങി. ഇപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം കാലിയാണ്. അങ്ങനെ നമ്മൾ അതിരമ്പള്ളി വാഴച്ചാൽ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരമ്പള്ളിയും വാഴച്ചാലെല്ലാം കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ സാധാരണ അധികം ആൾക്കാരൊന്നും കയറുന്നില്ല. കയറുന്നവർ തന്നെ ഒന്നില്ലെങ്കിൽ ട്രൈബൽസോ അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരോ KSEB ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും. അപ്പോൾ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ പിന്നീട് ഈ വണ്ടിയിൽ കയറുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഉല്ലാസയാത്ര വണ്ടി പോലെ തന്നെ ആയി. ശരിക്കും ഈ വണ്ടിയിലുള്ള എല്ലാ ആൾക്കാരും ഇന്ന് ഒരു ട്രിപ്പ് മൂഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. നമ്മൾ ബൈക്കിന് വരുമ്പോൾ ഇവിടെ നമ്മൾ ടൈമെല്ലാം എഴുതി കൊടുത്ത്, ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും ടൈമെല്ലാം എഴുതി കൊടുത്തിട്ട് വേണം പോകാൻ. KSRTCക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്കൊന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് പോവാം. ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാഴച്ചാൽ. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. പുളിയിലപ്പാറ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റ് ഒക്കെ വണ്ടി നിർത്തും. നമ്മളെല്ലാവരും വന്നിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ. ഡ്രൈവറും കണ്ടക്ടറൊക്കെ നല്ല കോപ്പറേറ്റീവാണ്. നല്ല ഒരു കമ്പനിയാണ് എല്ലാവരും. അപ്പോൾ ഒരു ഉല്ലാസയാത്ര പോലെ തന്നെ ആണ് ഈ വണ്ടി ശരിക്കും പോകുന്നത്. അങ്ങനെ വണ്ടി അവിടെ നിർത്തു. അപ്പോൾ ഈ കാണുന്നത് BSNL ടവറാണ് കേട്ടോ. അപ്പോൾ കാട്ടിൽ 2 സ്ഥലത്ത് ഞാൻ BSNL ടവർ കണ്ടു. വേറെ നെറ്റ്വർക്ക് ഒന്നും ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ BSNLൻ്റെ ഒരു സിം കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ കണക്റ്റഡ് ആയിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് റേഞ്ച് ഇല്ലാത്ത ഒരു ദിവസം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് അങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് പോവാം. ചുറ്റും ഈറ്റക്കാടുകളാണ് കേട്ടോ. അപ്പോൾ KSRTC ബസ്സിൽ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. ഇതിനിടയിലൊക്കെ ആനകളൊക്കെ ഉണ്ടാവും. ആനയുടെ ഒരു ചൂരൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ബൈക്കിന് പോകുമ്പോഴേക്കും നമുക്ക് ഈ വഴി പോകുമ്പോൾ ഒരു ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. പെട്ടെന്നെങ്ങാനും ചാടി വീണ് കഴിഞ്ഞാൽ നമുക്കതൊരു ഡീൽ ചെയ്യാനും ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ഉള്ളവർ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ആനയെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ കാറിലോ മറ്റോ പോകുമ്പോൾ ആനയെ ഫ്രണ്ടിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും ഇതിനകത്ത് പോകുമ്പോൾ നമ്മൾ ആനയെ കാണാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് അകത്തേക്ക് ഹൈഡ്രോ ഇലക്ട്രിക് KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക്കിൻ്റെ ഒരു പവർ സ്റ്റേഷൻ്റെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ്ടോ സംഭവം. ഇങ്ങോട്ടൊന്നും സാധാരണ വണ്ടികൾക്ക് വരാൻ പറ്റില്ല. ഇങ്ങോട്ട് ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന KSRTC പോലും വരാറില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ മാത്രം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ട്രൈബൽസിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ എടുക്കാൻ വേണ്ടിയാണ് വണ്ടി ഇത്രയും ദൂരം ഓടി ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. രാത്രി ഈ വഴി വരുമ്പോൾ വേറൊരു പ്രത്യേകത കേട്ടോ. രാത്രി ഇവിടെ ഫുള്ള് മിന്നാമിനുങ്ങുകളായിരിക്കും. ആ മിന്നാമിനുങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. അത് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വിവരിച്ച് പറയുന്നത്. എനിക്കത് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും എനിക്കത് വീഡിയോ കിട്ടിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു വണ്ടിയിൽ വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കിട്ടും. അത് നമുക്ക് ഒരിക്കലും ബൈക്കിനോ കാറിനോ KSRTCയിൽ ഉല്ലാസയാത്രയ്ക്ക് വരുന്ന വണ്ടിയിലോ കിട്ടില്ല. അത് അത്രയും മനോഹരമാണ്. നമുക്ക് എന്താ പറയുക, സീരിയൽ ലൈറ്റൊക്കെ ഇടുന്ന പോലെ അത്രയും ടൈമിങ്ങിലാണ് ഈ മിന്നാമിനുകളെല്ലാം കത്തുന്നത്. അതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് ഞാൻ ഇപ്പം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ അത് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ റോഡ് സൈഡിലൊരു കുട്ടി കൊമ്പനെ കാണും കേട്ടോ. പുള്ളി അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അകലത്തിലൊന്നും അല്ല. എന്നിരുന്നാലും ഈ KSRTC ബസ്സുകളൊന്നും അങ്ങനെ സാധാരണ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിർത്താൻ ചെറുതായിട്ടൊന്ന് പേടിക്കും. പക്ഷേ ഈ വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യമാണല്ലോ. പിന്നെ ഡ്രൈവറും കണ്ടക്ടറും നല്ല ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ പുള്ളി റിവേഴ്സൊക്കെ എടുത്ത് തന്ന് നമുക്കിത് കാണേണ്ട രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല കറക്റ്റായിട്ട് പുള്ളി അത് പാൻ ചെയ്ത് തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ DSLR ക്യാമറയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒരു 4:30 ആയപ്പോഴത്തേക്കും മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
4:30 കറക്റ്റ്. ഇനി ബസ് തിരിച്ചെടുക്കുന്നത് 5:15 അപ്പോൾ ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് സമയമുണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെൻഡ് ചെയ്യാനൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കിതൊക്കെ യാത്രയാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ടത്. ഇവിടെ അങ്ങനെ കറങ്ങി നടന്ന് കാണാൻ പറ്റിയ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് KSRTCയുടെ ഉല്ലാസയാത്രയുടെ വണ്ടിയാണ്. അപ്പോൾ അവർ വന്നിട്ട് തിരിച്ച് പോവുകയാണ്. അത് ഈ മലപ്പുറത്ത് നിന്നൊക്കെ വരുന്ന വണ്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മലക്കപ്പാറ എത്തി. അപ്പോൾ ഇവിടെ ഒരു മല്ലിക ചേച്ചിയുടെ ചായക്കട എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ചായ കുടിക്കാം, ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതാണ്ടോ ആ ചായക്കട. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ആ ചായക്കടയിൽ കയറി. അത് ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഫുഡൊന്നും കഴിക്കണ്ട, ഇതൊന്ന് കറങ്ങി കാണാം. ചായ അപ്പുറത്ത് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും ചായ കുടിക്കാം. ഇവിടെ കുറച്ച് തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഈ വിജനമായ വീതിയിലൂടെ തമിഴ്നാട്ടിൽ ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 100-200 മീറ്റർ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക്. സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഒട്ടും തിരക്കില്ലാത്തത്. ഇവിടെ വേനൽക്കാലത്ത് ഒട്ടും തിരക്കുണ്ടാവില്ല. ഇവിടെ തിരക്കെന്ന് പറയുന്നത് മഴ സീസണിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തമിഴ്നാട് കേരള ബോർഡർ. അപ്പോൾ ഇവിടെ ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നേരെ ഈ 2 റൂട്ട് കണ്ടില്ലേ, ഒന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഈ 2 റൂട്ടിൽ കൂടി നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ മെയിൻ റൂട്ട് എന്ന് പറഞ്ഞത് ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ വഴിയാണ്. അതുകൂടാതെ നമുക്ക് റൈറ്റ് സൈഡിലെ വഴി കൂടി പോയാലും വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഒരു തമിഴ്നാട് കടയിൽ കയറി ചായ കുടിക്കണം, തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ വഴിയില്ലേ, ഈ റൈറ്റിലൂടെയുള്ള വഴി, അതിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് തമിഴ്നാട്ടിലേക്ക് നമുക്ക് പൊള്ളാച്ചിക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഭാഗത്തെ നിങ്ങൾക്ക് ചെങ്കീരി അതുപോലെ തന്നെ മയിലിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. 5:20 അപ്പോൾ ഈ കാണുന്നത് വാൽപ്പാറയ്ക്ക് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സാണ് ചീനിക്കാസ്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ പറയുന്നത് റോഡ് സൈഡിൽ വെച്ചിട്ട് ആനയെ കണ്ടു. അപ്പോൾ സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറയുവാണ്. സംഭവം നമുക്കിനി ആനയെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ കാണാൻ പറ്റില്ലെങ്കിലും അതേ ഈ കാണുന്നത് സെക്കൻഡ് KSRTC ബസ്സാണല്ലോ. അതിൻ്റെ ഡ്രൈവറും പറഞ്ഞു അവരും കണ്ടു ആനയെന്ന്. അപ്പോൾ ഇനി രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതിമനോഹരമായ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. എനിക്കത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വണ്ടി ഒന്ന് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്ത് നിർത്തിയേക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞാൻ ഈ ഷൂട്ട് ചെയ്തൊന്നും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഈ ലക്ഷക്കണക്കിന് മിന്നാമിനുകളുടെ ഒരു ഭയങ്കര ഒരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ. നമ്മൾ സീരിയലായിട്ട് ഇട്ടേക്കുന്ന പോലെ ടൈമിങ്ങിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഡ്രൈവർ ചേട്ടൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടക്കം ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ നടുക്കാട്ടിൽ നിൽക്കുവാണ്. നേരത്തെ പറഞ്ഞില്ലേ ആ KSEBയുടെ ആ ഒരു ഏരിയ, അവിടെ ഈ വണ്ടി മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ അവിടെ വേറെ വണ്ടിയൊന്നും വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് നടുക്കാട്ടിലത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഭയങ്കര ഭംഗിയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ തീർച്ചയായും വന്ന് എന്തായാലും അത് കാണണം. അത്രയ്ക്ക് മനോഹരമാണത്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്നെടുത്ത ഫോട്ടോസ് ഉണ്ടോ. നമ്മുടെ ബസ്സിനോട് ചേർന്ന് വന്ന കാട്ടുപോത്ത്, പിന്നെ ആന, പിന്നെ റൈഡേഴ്സ്, പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസ്, അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ട്രിപ്പ് എടുക്കണം. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 250 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണാം. ബൈ.